Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? കുറച്ച് പേർക്ക് നോയപ്പായിരിക്കും അല്ലേ? നിങ്ങളുടെ അവിടെയൊക്കെ മഴ പെയ്തോ? മഴ കിട്ടിയോ 2 ദിവസമായിട്ട്? ഉണ്ടായിരുന്നു അല്ലേ? ഇവിടെയൊക്കെ നന്നായിട്ട് പെയ്തു. Okay. കുറച്ച് കുട്ടികളും കൂടി ഒന്ന് കേൾക്കോട്ടെ കേട്ടോ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 11 പേരായിട്ടുള്ളൂ. 10 പേരായിട്ടുള്ളൂ. പന്ത്രണ്ടെന്നൊക്കെ കാണിക്കുന്നത് ഒന്ന് സ്മാർട്ട് സ്ട്രീം, ഒന്ന് ടീച്ചറിന്റെ സിസ്റ്റം ആയിരിക്കുള്ളൂ. ബാക്കിയാണ് നിങ്ങൾ വരുന്നത്. Good afternoon.
Good afternoon. Okay, thank you. വീഡിയോ കണ്ടിട്ടുണ്ടാവും അല്ലേ? Okay, good afternoon to all. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സില് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ആണ് എടുത്തത്. ലീക്കേജ് വേസ്റ്റ് മാനേജ്മെന്റ് വരെയല്ലേ എടുത്തത്? ലീക്കേജ് വേസ്റ്റ് മാനേജ്മെന്റ് സ്റ്റെപ്സുകൾ കംപ്ലീറ്റ് എടുത്തു. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് മാനേജ്മെന്റ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റസ് ആണ് കേട്ടോ. മാനേജ്മെന്റ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റസ്. ടൈപ്സ് ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു അല്ലെ? ഏതൊക്കെ ടൈപ്സ് എന്താ? ടൈപ്സ് എന്താണ് പറഞ്ഞത്? ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്, പിന്നെ എന്തൊക്കെയായിരുന്നു? കെമിക്കൽസ്, ഷാർപ്പ് ഒബ്ജക്ട്സ് വേസ്റ്റ്സുകൾ, റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ്, ഓർഗാനിക് മെറ്റീരിയൽസ്, അതർ മെറ്റീരിയൽസ് അല്ല, അതർ ഡേഞ്ചറസ് മെറ്റീരിയൽസ്. അപ്പൊ ടൈപ്സിലെ ആദ്യത്തെ ടൈപ്പ് ഏതാണ് നമ്മൾ പഠിക്കുന്നത്? ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സുമായി ബന്ധപ്പെട്ട് വരുന്ന സ്പില്ലേജ് ആണ് കേട്ടോ. ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ് സ്പില്ലേജ്. Blood and body fluids leakage waste can cause infection diseases and proper management is pivotal. Okay, അതായത് എന്താ പറയുന്നത്? ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സുമായിട്ട് ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്പില്ലേജ് വരുന്നത് പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള ഡിസീസസ് ഉണ്ടാക്കാനായിട്ട് കാരണമായിരിക്കും. അപ്പൊ അത് നീക്കം ചെയ്യുക, അത് പ്രോപ്പർ ആയിട്ടുള്ള മാനറിൽ അതിനെ നീക്കം ചെയ്യുക എന്നത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ? യെസ്, അതിനെ പ്രോപ്പർ ആയിട്ടുള്ള മാനേജ്മെന്റിൽ കൂടെ തന്നെ ആയിരിക്കണം ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സിന്റെ സ്പില്ലുകൾ നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത്. ഓക്കെ, a body fluid as any fluid fountain produced by or exerted from the human body which includes, okay, അപ്പൊ ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരദ്രവങ്ങളിലെല്ലാം ഉൾപ്പെടാം അല്ലെ? ഏതൊക്കെയാണ് അതിൽ വരുന്നത്? നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതുണ്ട്, എക്സ്ക്രീറ്റ് ചെയ്യുന്നതുണ്ട് അല്ലെ ഹ്യൂമൻ ബോഡിയിൽ നിന്ന്. ഇതിലൊന്ന് ബ്ലഡ്, യൂറിൻ, ഫീസസ്, സലീവ, ടിയേഴ്സ്. ഇവിടെ ടിയേഴ്സ് എന്ന് കാണുന്നുണ്ട്, അതൊന്ന് മിസ്റ്റേക്ക് ആണ്, അതൊന്ന് വെട്ടിക്കളഞ്ഞേക്ക് കേട്ടോ. ടിയേഴ്സ് കഴിഞ്ഞിട്ട് ബിയേഴ്സ് എന്ന് കണ്ടോ? അതൊന്ന് വെട്ടിക്കളയാട്ടോ. ദെൻ ബ്രസ്റ്റ് മിൽക്ക്, cerebrospinal fluid അഥവാ CSF, then semen, vaginal fluid, amniotic fluid, pleural fluid, peritoneal fluid, bile, digestive juices, vomit and pus. ഓക്കെ, അപ്പൊ അതായത് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ഉണ്ടാകുന്ന ഫ്ലൂയിഡുകൾ ഏതൊക്കെയാണെന്ന് ഹ്യൂമൻ ബോഡിയിൽ ഉത്ഭവിക്കപ്പെടുന്ന ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ബോഡി ഫ്ലൂയിഡ്സ് ഏതൊക്കെയാണ്? ബ്ലഡ്, യൂറിൻ, ഫീസസ് എന്താണ്? ഫീസസ് വിസർജ്യങ്ങൾ അല്ലെ? വിസർജ്യങ്ങൾ. ദെൻ സലൈവ അല്ലെ? സലൈവ. ദെൻ ടിയേഴ്സ് കണ്ണുനീര്, ബ്രസ്റ്റ് മിൽക്ക്, CSF. CSF എന്താണെന്ന് അറിയാമോ? സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ആണ് അല്ലെ? എന്താണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്? കേട്ടിട്ടുണ്ടോ CSF? യെസ്, നമ്മുടെ തലച്ചോറിൽ പൊതിഞ്ഞിരിക്കുന്ന മെനിഞ്ചേഴ്സിനകത്തുള്ള ഒരു ദ്രാവകമാണ്, ഒരു ഫ്ലൂയിഡിനെയാണ് നമ്മൾ CSF എന്ന് പറയുന്നത് കേട്ടോ. സയൻസ് പഠിച്ചവർക്ക് അറിയാൻ പറ്റും. ഓക്കെ, CSF എന്ന് പറയുന്നത് എക്സ്പാൻഷൻ ആണ് അവിടെ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, അതായത് തലച്ചോറിനെ പൊതിഞ്ഞിരിക്കുന്ന മെനിഞ്ചേഴ്സിനകത്തുള്ള ഒരു ഫ്ലൂയിഡ്, ആ ദ്രാവകത്തിനെയാണ് നമ്മൾ CSF എന്ന് പറയുന്നത്
Then semen, ബീജം അറിയാലോ. Then vaginal fluid, amniotic fluid. അറിയാലോ amniotic fluidനെ പറ്റി. ഏത് സിറ്റുവേഷൻസിലാണ് amniotic fluid വരുന്നത്? ഏത് സിറ്റുവേഷൻസിലാണ് amniotic ദ്രവം? അറിയില്ല. യെസ്, പ്രഗ്നൻസി പീരീഡിൽ എന്നുള്ളവർക്ക് അറിയാൻ പറ്റും അല്ലെ. Then pleural fluid. Pleural fluid ഏതാണ്? Pleural fluid നമ്മുടെ ശ്വാസകോശത്തിന് ആവരണം ചെയ്തിരിക്കുന്ന സ്ഥലത്തിൽ പ്ലൂറൽ സ്പേസസിൽ അടങ്ങിയിരിക്കുന്ന ഒരു ഫ്ലൂയിഡ് ആണ് പ്ലൂറൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. Then peritoneal fluid. Peritoneal fluid. Peritoneal എന്താണ്? Peritoneal fluid തുറക്കാം. ഒരു മിനിറ്റ് കേട്ടോ, നിങ്ങളതൊന്ന് വായിക്കണേ. ഒരു മിനിറ്റ് ഇപ്പോഴത്തെ അത്ര ഒന്ന് ജസ്റ്റ് വായിച്ചിട്ട് പോരാ. Yes. Peritoneal fluid എന്താണ് പറയുന്നത്? നമ്മുടെ വയറുള്ള അവയവങ്ങളിലേക്ക് പൊതിഞ്ഞിരിക്കുന്ന ഒരു ഫ്ലൂയിഡ്. വയറിലുള്ള അവയവങ്ങളെല്ലാം തന്നെ പൊതിഞ്ഞിരിക്കുന്ന ഒരു ഫ്ലൂയിഡ് ആണ്. അതായത് പെരിറ്റോണിയം എന്ന പാളികളുണ്ട്. ആ പാളികൾക്കിടയിൽ സ്വാഭാവികമായിട്ട് കാണപ്പെടുന്ന ഒരു തരം ലൂബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ആണ് ഇത് പെരിറ്റോണിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് കേട്ടോ. യെസ്. അതേപോലെ തന്നെ ബൈല്, പിത്തം അല്ലെ, പിത്തരസങ്ങള്, പിന്നെ അതേപോലെ തന്നെ ഡൈജസ്റ്റീവ് ജ്യൂസുകള്, വോമിറ്റ് ആൻഡ് പസസ് അല്ലെ. യെസ്. അപ്പൊ ഇത്തരം ഫ്ലൂയിഡ്സുകളാണ്, ബോഡി ഫ്ലൂയിഡ്സുകളാണ് നമ്മൾ എന്തിൽ വരുന്നത്? ഈ സ്പില്ലേജ്, ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ് റിലേറ്റഡ് ആയിട്ടുള്ള സ്പില്ലേജിന് കാരണമാകുന്നത്. ഓക്കെ, അപ്പൊ ഈ പേരുകളൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ. ഈ പേരുകളൊന്ന് നോട്ട് ചെയ്യണം, അണ്ടർലൈൻ ചെയ്താൽ മതി. ഏതൊക്കെ ഹ്യൂമൻ ബോഡിയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഫ്ലൂയിഡുകളാണെന്ന് ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. ഏതൊക്കെയാണ്? ഏതൊക്കെയാണ്? ബ്ലഡ്, യൂറിൻ, ഫീസസ്, സലൈവ, ടിയേഴ്സ്, ബ്രസ്റ്റ് മിൽക്ക്, സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്, സിമൻ, വജൈനൽ ഫ്ലൂയിഡ്, അമ്നോട്ടിക് ഫ്ലൂയിഡ്. അമ്നോട്ടിക് ഫ്ലൂയിഡ് അറിയാലോ, നമ്മുടെ ഗർഭപാത്രത്തിൽ ഭ്രൂണത്തെ പൊതിഞ്ഞിരിക്കുന്ന ഫ്ലൂയിഡ് ആണ് കേട്ടോ. യെസ്. Then pleural fluid, peritoneal fluid, bile, digestive juices, vomit and pus. പിത്തരസങ്ങളും മറ്റ് ദഹനരസങ്ങളൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത് കേട്ടോ. ഓക്കെ. ഇതിൽ നിന്നുണ്ടാകുന്ന ലീക്കേജസ് മൂലമാണ് എന്ത് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ് റിലേറ്റഡ് ആയിട്ടുള്ള സ്പീലേജസ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ?
ഇത്തരം വേസ്റ്റേജസുകൾ നമ്മൾ എങ്ങനെയാണ് നീക്കം ചെയ്യുന്നതെന്നാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് അല്ലേ. അതായത് പല ടൈപ്സ് ഓഫ് നമ്മൾ ആദ്യം പറഞ്ഞ എന്താണ് ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ ഓരോ ടൈപ്പ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ്സ് മാനേജ് ചെയ്യുന്നതിന് ഓരോരോ മെത്തേഡാണ്. നമ്മൾ ബോഡി ഫ്ലൂയിഡ്സ് എങ്ങനെയാണ് നീക്കം ചെയ്യുന്നത് നമുക്ക് നോക്കാം. യെസ്, ഫസ്റ്റ് വൺ, wear protective equipment. Personnel should put on proper personal protective equipment such as gloves, gown, and face shield before approaching the spill to prevent contact with the liquid. Okay, first നമ്മൾ ഏതുതരം സ്പില്ലേജ് ആണെങ്കിലും എന്താണ് അതുമായിട്ട് സമ്പർക്കം വരുന്നതിന് മുൻപായിട്ട് തന്നെ നിർബന്ധമായിട്ടും PPE വെയർ ചെയ്യേണ്ടതാണ് അല്ലെ. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് വെയർ ചെയ്യേണ്ടതാണ്. അതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സില് ഗ്ലൗസസ്, ഗൗൺസ്, ഫേസ് ഷീൽഡ്, പിന്നെ ഇതെല്ലാം ഉപയോഗിച്ചിട്ട് മാത്രമേ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ആ സ്പില്ലുമായിട്ട് ഒരു കോണ്ടാക്ട് വരരുത്. ഇതെല്ലാം ഉപയോഗിച്ച് PPE ഉപയോഗിച്ചിട്ട് ശേഷം മാത്രമായിരിക്കണം നമ്മൾ ആ സ്പില്ലേജുമായിട്ടുള്ള ഒരു കോണ്ടാക്ട് വരേണ്ടത്. ഓക്കെ, ദെൻ ഈ PPE ഉപയോഗിച്ചതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? കണ്ടെയ്ൻ ദ സ്പിൽ. ആ സ്പില്ല് നമുക്ക് കണ്ടെയ്ൻ ചെയ്യണം. എങ്ങനെയായിരിക്കണം? നമ്മൾ കൈകൊണ്ടാണോ കണ്ടെയ്ൻ ചെയ്യുന്നത്? കൈകൊണ്ട് തന്നെയാണ്, പക്ഷെ അതിന് വേണ്ട എല്ലാ മെറ്റീരിയൽസും നമ്മൾ യൂസ് ചെയ്തിട്ടാണ് അല്ലെ. Use absorbent materials such as paper towels or absorbent pads contain the spill and stop it from spreading. To dispose of the material, put them in a bag or container marked biohazard. If there are any glass pieces present, more precautions should be taken. ഓക്കെ, ഇനി നമുക്ക് ആ സ്പില്ല് എന്ത് ചെയ്യണം? അവിടെ നിന്ന് മാറ്റാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അബ്സോർബന്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് നമ്മളോട് ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു ഏതൊക്കെയാണ് അബ്സോർബന്റ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഇവിടെ പല മെറ്റീരിയൽസും വരെ അബ്സോർബ് ചെയ്യുന്ന പാഡ്സുകൾ അല്ലെങ്കിൽ പേപ്പർ ടവൽസ് ഇവ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആ സ്പില്ല് സ്പ്രെഡ് ആവാത്ത രീതിയിൽ എന്തെടുക്കണം? അതിനവിടെ നമ്മൾ തുടച്ചു മാറ്റണം അല്ലെ. അതിനുശേഷം നമ്മൾ ഈ കണ്ടെയ്ൻ ചെയ്ത ഈ മെറ്റീരിയൽസ് നമ്മൾ എന്ത് ചെയ്യണം? മാർക്ക് ചെയ്തിരിക്കുന്ന ബയോഹസാർഡ് ബാഗുകളോ കണ്ടെയ്നറുകളോ ഉണ്ടായിരിക്കും. അതായത് എഴുതപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ബാഗുകളോ കണ്ടെയ്നറോ ഉണ്ടായിരിക്കും. അപകടകരമായിട്ടുള്ള വസ്തുക്കൾ നീക്കം ചെയ്യുന്നതിനുള്ള കണ്ടെയ്നറോ ബാഗിലേക്കോ നമ്മൾ ഈ മെറ്റീരിയൽസ് എന്ത് ചെയ്യണം? അതിലേക്ക് ഡിസ്പോസ് ചെയ്യുന്നത്. ഇനി ഈ ഒരു സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഏതെങ്കിലും ഗ്ലാസ് പീസസിന്റെ ഒക്കെ കഷ്ണങ്ങൾ ഇപ്പൊ ലാബിലൊക്കെ ആണെങ്കിൽ എന്താണ് എന്തെങ്കിലും ഗ്ലാസ് പീസസ് ഒരാളെ സാധിക്കുന്നത്. അപ്പൊ അതിനാൽ എന്തെങ്കിലും ഗ്ലാസ് പീസിന് റിസൾട്ട്സ് ഉണ്ടോ എന്ന് കൂടി നോക്കിയിട്ട് വളരെ എല്ലാ പ്രിക്കോഷൻസ് എടുത്തിട്ടായിരിക്കണം നമ്മൾ ആ സ്പില്ല് കണ്ടെയ്ൻ ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? നമ്മൾ നിർബന്ധമായിട്ടും PPE വെയർ ചെയ്തിരിക്കണം. ദെൻ അത് വെയർ ചെയ്തിട്ട് മാത്രമായിരിക്കണം നമ്മൾ ആ സ്പില്ലായിട്ട് കോണ്ടാക്ട് വരേണ്ടത്. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? ആ സ്പില്ല് നമ്മൾ കണ്ടെയ്ൻ ചെയ്യണം. കണ്ടെയ്ൻ ചെയ്യേണ്ടത് എന്ത് ഉപയോഗിച്ചിട്ടാണ്? അബ്സോർബന്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം? അതായത് പാഡുകളോ ടവൽസോ ഉപയോഗിച്ചതിന് ശേഷം നമ്മളത് സ്പ്രെഡ് ആവാത്ത രീതിയിൽ തന്നെ കണ്ടെയ്ൻ ചെയ്തെടുക്കുക. മാർക്ക് ചെയ്ത ഒരു കണ്ടെയ്നറിലേക്കോ ബയോഹസാർഡ് ബാഗിലേക്കോ തന്നെ നീക്കം ചെയ്യാം. നീക്കം ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഏതെങ്കിലും തരത്തിലുള്ള ഗ്ലാസ് പീസസോ അല്ലെങ്കിൽ ചില്ലിന്റെ കഷ്ണങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുന്നത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ട് എല്ലാ പ്രിക്കോഷൻസ് എടുത്തിട്ടായിരിക്കണം നമ്മൾ സ്പില്ല് കണ്ടെയ്ൻ ചെയ്യേണ്ടത്. ഓക്കെ, രണ്ട് സ്റ്റെപ്പ് മനസ്സിലായോ? നെക്സ്റ്റ് വൺ, ഇനി നമ്മൾ ആ സ്പില്ല് അവിടെ നിന്ന് തുടച്ച് മാറ്റിയതിനു ശേഷം നമ്മൾ ആ ഏരിയ എന്ത് ചെയ്തിരിക്കണം? ഡിസിൻഫെക്ട് ചെയ്യണം അല്ലെ. ആ ഏരിയ നമ്മൾ ഡിസിൻഫെക്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതിനാണ് മിശ്രമാക്കുക. An adequate alleviation of both gram-positive and gram-negative bacteria using 1% hypochlorite solution in case of blood and body fluid sample. Use a significant solution to cleanse the affected area completely using active solution. Example, fluorine releasing agents. Abide by manufacturer's directives for the proper concentration and contact time of the disinfectant. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സുമായി ബന്ധപ്പെട്ട് വരുന്ന സ്പില്ല് നീക്കം ചെയ്തതിന് മുൻപായിട്ട് തന്നെ അവിടെ ഒരു പ്രക്രിയ ചെയ്യേണ്ടതുണ്ട്. എന്താണത്? അതായത് ഇവിടെ ഗ്രാം പോസിറ്റീവ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയാസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്താണ് ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയാസ് എന്ന് പറയുന്നത്? കേട്ടിട്ടുണ്ടോ? അവയെ നമ്മൾ നിർമ്മാർജ്ജനം ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അതായത് നമ്മൾ ബ്ലഡ് സാമ്പിൾസ് എടുക്കുന്ന സമയത്ത് അതായത് ബ്ലഡ് സാമ്പിൾ എടുക്കുന്ന സമയത്ത് അതായത് ഗ്രാം പോസിറ്റീവ് ടെസ്റ്റ് എന്ന് പറയും നമ്മൾ അതില് ബാക്ടീരിയയുടെ സാന്നിധ്യം നോക്കാൻ വേണ്ടിയിട്ട്. അതായത് രണ്ട് ടൈപ്സ് ഓഫ് ബാക്ടീരിയാസ് വരുന്നുണ്ട്. ഒന്ന് ഗ്രാം പോസിറ്റീവ് ഉണ്ട്, ഗ്രാം നെഗറ്റീവ് ഉണ്ട്. ഗ്രാം പോസിറ്റീവ് എന്ന് പറയുന്നത് എന്ത് തരം ബാക്ടീരിയാസ് ആയിരിക്കും?
നമുക്ക് ഗ്രാം സ്റ്റെയിൻ ടെസ്റ്റ് എന്നൊരു ടെസ്റ്റ് നടത്തപ്പെടുന്നുണ്ട്. ആ ടെസ്റ്റില് പോസിറ്റീവ് ഫലം കാണിക്കുന്ന ബാക്ടീരിയാസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയാസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ കളർ എന്ന് പറയുന്നത് നീലയോ പർപ്പിൾ കളർ ആയിരിക്കും ആ ബാക്ടീരിയസിന്റെ ആ സമയത്ത് കളർ കാണുന്നത്. പോസിറ്റീവ് ബാക്ടീരിയയുടെ കളർ എന്ന് പറയുന്നത് എങ്ങനെയാണ്? നീല കളറോ അല്ലെങ്കിൽ പർപ്പിൾ കളറിലായിരിക്കും അത് കാണപ്പെടുന്നത്. ഇനി ഗ്രാം ടെസ്റ്റില് നെഗറ്റീവ് ഫലം കാണിക്കുന്ന ബാക്ടീരിയയാണ് നമ്മൾ എന്ന് പറയുന്നത് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയാസ് എന്ന് പറയുന്നത്. അതിന്റെ കളർ എന്തായിരിക്കും? നെഗറ്റീവ് ബാക്ടീരിയസിന്റെ കളർ എന്തായിരിക്കും? അതിന് ചിലപ്പോൾ പിങ്ക് നിറത്തിലോ ചുവപ്പ് നിറത്തിലോ ആയിരിക്കുള്ളൂ ആ ഒരു ബാക്ടീരിയാസ് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ഈ ബ്ലഡ് ബോഡി ഫ്ലൂയിഡ് സാമ്പിള് മൂലം ഉണ്ടാകുന്ന ഈ പോസിറ്റീവ് ഈ ബാക്ടീരിയാസിനെ നമ്മൾ 1% ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ അണുബാധകൾ നമ്മൾ അല്ലെങ്കിൽ ഈ ബാക്ടീരിയാസിനെ നമ്മൾ നീക്കം ചെയ്യുന്നത്. അവിടെ ശ്രദ്ധിക്കുക, 1% ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്തിനെ നീക്കം ചെയ്യുന്നത്? ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയസിനെ അലിവിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ നശിപ്പിച്ച് കളയുന്നത് കേട്ടോ. അപ്പൊ 1% ഹൈപ്പോക്ലോറൈറ്റ് എന്ന ഭാഗം ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. യെസ്, അതായത് ബ്ലഡ് ഫ്ലൂയിഡ്സ് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സിൽ നിന്നുണ്ടാകുന്ന ഈ ബാക്ടീരിയകളാണ് എന്ത്? ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ അവയെ നീക്കം ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സൊല്യൂഷൻ ആണ് എന്ത്? ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ. അത് 1% ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു? ഡിസിൻഫെക്ട് ചെയ്യുന്നത്, നമ്മൾ നീക്കം ചെയ്യുന്നു. ഇനി ഇതേ സമയം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? use a disinfectant solution to cleanse the affected area completely using apt solution. അതായത് നമ്മൾ ഈ ഒരു സ്ഥലത്ത് എന്താണ് അതിനൊന്ന് ക്ലെൻസ് ചെയ്യുക, ആ ഏരിയ നമ്മളൊന്ന് ക്ലെൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു റിലീസിങ് ഏരിയ, അതായത് ക്ലോറിൻ റിലീസിങ് ഏജൻസുകൾ നമ്മൾ അവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ക്ലോറിൻ അറിയാലോ, നിങ്ങൾക്ക് അറിയാലോ, കേട്ടിട്ടില്ലേ? യെസ്, ഈ ഒരു സമയത്ത് അതായത് ആപ്റ്റ് ആയിട്ടുള്ള മറ്റൊരു ഡിസിൻഫെക്റ്റ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ആ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് എന്താണ് ഒരു ക്ലോർ റിലീസിങ് ഏജൻസി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അത് എന്ത് ചെയ്യും? അവിടെ നല്ല ആ ഒരു ഏരിയ നമ്മൾ ക്ലീൻ ചെയ്യും. നിർബന്ധമായിട്ട് നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? അതായത് the manufacturer's directives for the proper concentration and contact time of the disinfectant. ഓരോ അണുനാശിനികൾ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അല്ലെ, ഓൾറെഡി അതിന് കുറച്ച് ഡയറക്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കും അല്ലെ. അത് ഇത്ര സമയത്ത് ഇപ്പൊ ചില അണുനാശിനികൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിന്റെ കോൺടാക്ട് ടൈം അല്ലെങ്കിൽ അതിന്റെ കോൺസെൻട്രേഷൻ ടൈം ഒക്കെ എന്താണ് ഇത്ര സമയത്തിനുള്ളത് ഉപയോഗിക്കണമെന്നുള്ളത് നമ്മൾ നേരിട്ട് അതിനായിട്ട്, അതായത് നമ്മളിപ്പോ ഏത് സൊല്യൂഷൻ വാങ്ങിച്ചാൽ അതിന് പുറകെ കുറച്ച് ഡയറക്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കും അല്ലെ. അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഏത് അളവിലാണ് ഉപയോഗിക്കേണ്ടത്, ഉപയോഗശേഷം ഉപയോഗിക്കുന്നതിന് മുൻപായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുക, ഉപയോഗിക്കുന്നതിന് ശേഷം എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള ഡയറക്ഷൻസ് കൊടുത്തിട്ടുണ്ടോ? അതിന്റെ ബ്ലീച്ചിങ് പൗഡറിന്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും, കണ്ടിട്ടുണ്ടോ ഡയറക്ഷൻസ്? അത് ഉപയോഗിക്കണതിന്റെ നിർദ്ദേശങ്ങളാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് നമ്മൾ പാലിച്ചിട്ടായിരിക്കണം അത്തരത്തിലുള്ള സൊല്യൂഷൻസ് യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോ ഏതെങ്കിലും ഒരു അണുനാശിനി ഉപയോഗിച്ച് ഡിസിൻഫെക്ട് ചെയ്യുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള ഡയറക്ഷൻസ് കൃത്യമായിട്ട് നോക്കിയതിനു ശേഷം മാത്രമായിരിക്കണം നമ്മളത് ഉപയോഗിക്കേണ്ടത് കേട്ടോ. ഇവിടെ നമ്മൾ ക്ലോറിൻ റിലീസിങ് ഏജൻസ് നമ്മൾ ഡിസിൻഫെക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു കേട്ടോ. യെസ്, ഗ്രാം പോസിറ്റീവ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയനെ നമ്മൾ ഏത് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ടാണ് നീക്കം ചെയ്യുന്നത്? ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയനെ നമ്മൾ ഏത് സൊല്യൂഷൻ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്? എന്ത് സൊല്യൂഷൻ ആണ്? 1% ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ. എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ ക്വസ്റ്റ്യൻസ്. ഓക്കെ, മനസ്സിലായോ? മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ ഏരിയ നമ്മൾ ഡിസിൻഫെക്ട് ചെയ്യുക എന്നുള്ളതാണ്. എന്ത് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്? ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഏരിയ നമ്മൾ ഡിസിൻഫെക്ട് ചെയ്യുന്നതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ക്ലിയർ ആണോ മൂന്നാമത്തെ സ്റ്റെപ്പ്? Then the area should be made clean using water and general purpose detergent allowed to air dry. ഇനി നമ്മൾ എന്ത് ചെയ്തിരിക്കണം? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞ എന്താണ്? Then the area should be made clean using water and general purpose detergent allowed to air dry. നമ്മൾ ഡിസിൻഫെക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് അത് ക്ലീൻ ചെയ്തതിന് ശേഷം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണ്? എന്താ ചെയ്യേണ്ടത്? ഏതെങ്കിലും ഒരു ക്ലീൻ വാട്ടർ ഉപയോഗിച്ച് അല്ലെ, നോർമൽ വെള്ളത്തില് അല്ലെങ്കിൽ ക്ലീൻ ആയിട്ടൊരു വാട്ടർ വെള്ളം ഉപയോഗിച്ചിട്ട് ഡിറ്റർജൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ആ ഏരിയ എന്ത് ചെയ്യണം? നന്നായി വാഷ് ചെയ്തതിനു ശേഷം അത് ഡ്രൈ ആക്കാനായിട്ട് വിടുക. ഓക്കെ,
ഡിറ്റർജൻസ്. അതായത് അണുനാശിനി ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഒരു ക്ലീൻ യൂസ് വാട്ടർ ഉപയോഗിച്ചതിന് ശേഷം ഡിറ്റർജൻസ് ഉപയോഗിച്ചിട്ട് ഒന്ന് കഴുകിയതിന് ശേഷം അതിനെ ഡ്രൈ ആക്കാൻ വിടുക. അതിനുശേഷം എന്താണ്, ഗെറ്റ് റിഡ് ഓഫ് വേസ്റ്റ്. നമ്മൾ ആ മാലിന്യങ്ങൾ എന്ത് ചെയ്തിരിക്കണം, അത് കളയാനുള്ള പ്രക്രിയ, ഡിസ്പോസ് ചെയ്യാനുള്ള പ്രക്രിയയാണ് രണ്ടാമത് വരുന്നത്. അതായത് നമ്മൾ ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ മെറ്റീരിയൽസും നമ്മൾ എന്ത് ചെയ്യണം, അതായത് ബ്ലഡും ബോഡി ഫ്ലൂയിഡ്സുമായിട്ട് സമ്പർക്കം വന്നിരിക്കുന്ന എല്ലാ മെറ്റീരിയൽസും നമ്മൾ ഡിസ്കാർഡ് ചെയ്യേണ്ടതാണ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അല്ലെ? അതായത് ഒന്നില്ലെങ്കിൽ ലേബിൾ ചെയ്തിരിക്കുന്ന ബയോഹസാർഡ് ബാഗിലേക്കോ കണ്ടെയ്നറിലേക്കോ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഈ വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം തന്നെ ഡിസ്പോസ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്കാർഡ് ചെയ്യുക. ഓക്കെ, അതായത് എല്ലാ പ്രൊസീജിയേഴ്സും കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാ മെറ്റീരിയൽസും നമ്മൾ എന്ത് ചെയ്തിരുന്നത്, ലേബിൾ ചെയ്തിരിക്കുന്ന ബാഗുകൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ബയോഹസാർഡ് ബാഗുകളോ കണ്ടെയ്നറുകളോ ഉണ്ടായിരിക്കും. അതിലേക്കായിരിക്കും നമ്മൾ ഈ വേസ്റ്റുകൾ നീക്കം ചെയ്യുന്നത്. ഇതിന് നീക്കം ചെയ്തതിനു ശേഷം അവസാന സ്റ്റെപ്പ് എന്താണ്, ഹാൻഡ് ഹൈജീൻ ഷുഡ് ബി ഡൺ, അല്ലെ? നിർബന്ധമായിട്ടും കൈകൾ വൃത്തിയാക്കി ശുചിയാക്കേണ്ടതാണ്. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? ഒന്നുകൂടി നോക്കാം, സ്റ്റെപ്പുകൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക കേട്ടോ. ഒരു ടൈപ്പ് പഠിച്ചാൽ നിങ്ങൾക്ക് ബാക്കി എല്ലാ 7 ടൈപ്സും പഠിക്കാൻ എളുപ്പമാണ് കേട്ടോ. ഒരെണ്ണം നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, വളരെ ബ്രീഫ് ആയിട്ട് പറഞ്ഞാൽ PPE വെയർ ചെയ്യുക. സെക്കൻഡ് വൺ എന്താണ്, നമ്മൾ ആ സ്പില്ല് കണ്ടെയ്ൻ ചെയ്യണം. കണ്ടെയ്ൻ ചെയ്യാനായിട്ട് നമ്മൾ അബ്സോർബ് ചെയ്യുന്ന എല്ലാ മെറ്റീരിയൽസും ഉപയോഗിച്ചിട്ട് ആ വേസ്റ്റസുകൾ നമ്മൾ മാറ്റിട്ടുണ്ട്, അല്ലെ? പ്രത്യേകിച്ച് എന്തെങ്കിലും ഗ്ലാസ് പീസസ് ഒക്കെ ഉണ്ടോന്ന് ചെക്ക് ചെയ്തതിനു ശേഷം അതൊരു ബയോഹസാർഡ് ബാഗിലേക്ക് കൃത്യമായിട്ട് മാറ്റുന്നു. ദെൻ ആ ഏരിയ നമ്മൾ ഏതെങ്കിലും ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ആദ്യം തന്നെ നമ്മൾ ബ്ലഡ് സാമ്പിൾസ് ചെക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്താണ്, അവിടെ ഗ്രാം പോസിറ്റീവ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയുടെ സാന്നിധ്യം ഉണ്ടാക്കി. അപ്പൊ അതിനെയാണ് അത് നീക്കം ചെയ്യുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു 1% ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് നീക്കം ചെയ്യുക. പിന്നെന്താണ്, ആപ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലോറിൻ റിലീസിംഗ് ഏജന്റ് ഉപയോഗിച്ചുകൊണ്ട് ആ ഏരിയ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ക്ലെൻസ് ചെയ്യേണ്ടതാണ്. നിർബന്ധമായിട്ട് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡയറക്ഷൻസ് ആണ്. പ്രത്യേകിച്ച് ഈ ഒരു അണുനാശിനികൾ ഉപയോഗിക്കുന്ന സമയത്ത് അതിന്റെ സമയം അല്ലെങ്കിൽ അതുമായി കോൺടാക്ട് വരുന്ന സമയത്തുള്ള ബാക്കി എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചിട്ടായിരിക്കണം നമ്മൾ ആ ഒരു അണുനാശിനികളോട് ഉപയോഗിക്കേണ്ടത്. അതിനുശേഷം നോർമൽ ആയിട്ടുള്ള ഒരു വാട്ടർ ഉപയോഗിച്ചതിന് ശേഷം ഡിറ്റർജന്റ് ഉപയോഗിച്ചിട്ടുണ്ട് നന്നായിട്ട് വാഷ് ചെയ്തതിനു ശേഷം ആ ഏരിയ നമ്മൾ ഡ്രൈ ആക്കാൻ വിടുന്നു. ദെൻ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, എല്ലാ മെറ്റീരിയൽസും നമ്മൾ ഒരു ലേബിൾ ചെയ്തിരിക്കുന്ന ബയോഹസാർഡ് ബാഗിലേക്കോ കണ്ടെയ്നറിലേക്കോ നീക്കം ചെയ്യുന്നു. അവസാന സ്റ്റെപ്പ് എന്ന നിലയിൽ കൃത്യമായിട്ട് കൈകൾ വാഷ് ചെയ്യുന്നു. ഓക്കെ, അത്രയും പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട് വേറെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. Soft furnishings may be damaged by disinfectant products such as sodium hypochlorite. It is suggested that polluted soft furnishings, carpets unable to endure chemical disinfection should be made clean using hot water and detergent or steam cleaned. ഓക്കെ, നമ്മളിപ്പോ ലാബിലാണെങ്കിലും ഈ ബ്ലഡും ബോഡി ഫ്ലൂയിഡുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാത്തരം സ്പിൽ ഏരിയാസിലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഈ ഒരു അണുനാശിനികൾ ഉപയോഗിച്ച് പ്രത്യേകിച്ച് സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, പ്രൊഡക്റ്റുകളെ അല്ലെങ്കിൽ അതിന്റെ അണുനാശിനി ഉപയോഗിച്ചിട്ട് നീക്കം ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ വൃത്തമാക്കാറുണ്ട്. പക്ഷെ ഇത് ഈ സോഫ്റ്റ് ആയിട്ടുള്ള ഫർണിഷിങ്സുകളിൽ, അതായത് നമ്മുടെ കാർപ്പറ്റ്സുകൾ അല്ലെങ്കിൽ സോഫ ഷീറ്റ്സുകൾ, ചെറിയ ചെറിയ ടേബിൾസുകൾ, അവിടെയൊക്കെ നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോൾ അവിടെ അതിന്റെ പ്രതലങ്ങളിൽ ആ ഏരിയാസിലൊക്കെ എന്ത് സംഭവിക്കാറുണ്ട്, അതിന്റെ കളറുകൾ മാറാറുണ്ട്. നമ്മൾ ചില അണുനാശിനികൾ ഉപയോഗിക്കുമ്പോൾ വീട്ടിലാണെങ്കിലും നമ്മളത് നമ്മുടെ ടേബിളിൽ എവിടെയെങ്കിലും ഒക്കെ വീണ് കഴിഞ്ഞാൽ എന്തെങ്കിലും അതിന് ഡാമേജ് സംഭവിക്കാറുണ്ട്, അല്ലെ? കണ്ടിട്ടില്ലേ? അപ്പൊ ചിലപ്പോ കളർ മാറും. അപ്പൊ തന്നെ നമ്മളത് ചെറിയൊരു തുള്ളി ചിലപ്പോൾ താഴെ വീണാൽ മതി, ചിലപ്പോൾ തന്നെ അപ്പുറത്ത് തന്നെ എന്താണ് അതിന്റെ കളർ മാറാറുണ്ട്. ഓക്കെ, ഇനി ചില തുണികളിൽ ഇപ്പൊ കോട്ടൺ പോലുള്ള മെറ്റീരിയൽസിലൊക്കെ ആണെങ്കിൽ വീണെങ്കിൽ എന്താ, അത് കീറി പോകാനുള്ള ഒരു സാധ്യതയുണ്ട്, അല്ലെ? അപ്പൊ ഈ പ്രത്യേകിച്ച് ഇത്തരം മെറ്റീരിയൽസ് നമ്മൾ തുടച്ചു മാറ്റുന്ന സമയത്ത് ഇതിലൊക്കെ പറ്റി പിടിക്കാറുണ്ട്, അല്ലെ? അപ്പൊ അത്തരം സിറ്റുവേഷൻസിൽ ഇത്തരം സോഫ്റ്റ് ആയിട്ടുള്ള ഫർണിച്ചറുകൾ പൊല്യൂട്ടഡ് ആവുന്നതിനും ഡാമേജസ് ആവാറുണ്ട്. അത് വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, ഇത്തരം കെമിക്കൽ ഡിസിൻഫെക്ഷൻസ് ഉപയോഗിച്ചതിന് ശേഷം നമ്മളതിൽ ഈ ഉപയോഗിച്ച സാധനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ബെഡ്ഷീറ്റ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സോഫ കവർ, അല്ലെങ്കിൽ മറ്റ് ടേബിൾ കവേഴ്സ്, അങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ, അതെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഹോട്ട് വാട്ടർ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഡിറ്റർജൻസ് ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ അതിനെ ക്ലീൻ ചെയ്യുക അല്ലെങ്കിൽ സ്റ്റീം ചെയ്യുക. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ഡാമേജസ് ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് ഇല്ലാണ്ടാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഈ പറഞ്ഞ അണുനാശിനികളെല്ലാം ഉപയോഗിക്കുന്ന സമയത്ത് സോഫ്റ്റ് ഫർണിച്ചേഴ്സുകൾ നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് നശിച്ചു പോവാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, ഹോട്ട് വാട്ടറിലോ അല്ലെങ്കിൽ നല്ലൊരു ഡിറ്റർജൻസ് ഉപയോഗിച്ചിട്ട് അത് സ്റ്റീം ചെയ്ത് തന്നെ ക്ലീൻ ചെയ്തെടുക്കുക. അപ്പൊ ഒരു പരിധി വരെ നമുക്ക് എന്താണ്, ഇത്തരത്തിൽ അത് ഡാമേജ് ആവുന്നത് തടയാനായിട്ട് സാധിക്കും.
ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? ഡിസ്കളറേഷൻ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഡിസ്കളറേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ കളർ, നോർമൽ കളർ മാറി വേറൊരു കളറാവും അതിന് ആ സൊല്യൂഷൻസ് ഒക്കെ വീണ് കഴിഞ്ഞാൽ. അപ്പൊ അത്തരം സിറ്റുവേഷൻസ് ഒഴിവാക്കാനാണ് നമ്മൾ ഹോട്ട് വാട്ടേഴ്സ് യൂസ് ചെയ്യാനായിട്ട് പറയുന്നത് കേട്ടോ. ക്ലിയർ? ഇപ്പൊ നമ്മൾ പഠിച്ചത് എന്താണ്? ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡുമായി ബന്ധപ്പെട്ട് വരുന്ന സ്പില്ലേജസ് എങ്ങനെയാണ് നീക്കം ചെയ്യേണ്ടത്, അതിന്റെ പ്രൊസീജിയേഴ്സ് ആണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് എന്ന് പഠിക്കുക മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ആണ് കേട്ടോ. അപ്പൊ അടുത്ത ടൈപ്പ് ഏതാണ്? മെർക്കുറി സ്പില്ലേജ് ആണ് കേട്ടോ. അതെങ്ങനെയാണ് അതിന്റെ വേസ്റ്റ് മാനേജ്മെന്റ് പ്രൊസീജിയേഴ്സ് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം മെർക്കുറി എന്ന് പറയുന്നത് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് അല്ലെ. പ്രത്യേകിച്ച് ഹ്യൂമൻ ബീങ്സിനും എൻവയോൺമെന്റിനും ഒരേപോലെ തന്നെ ത്രെട്ടണിങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് എന്താ മെർക്കുറി എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, mercury leakage can be dangerous to human health and environment and actual management is vital. Okay, അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ മനുഷ്യനും പ്രകൃതിക്കും ഒരേപോലെ തന്നെ ആപത്തായത് കൊണ്ട് തന്നെ അതിനെ പ്രോപ്പർ ആയിട്ട് തന്നെ ആ ഒരു വേസ്റ്റ് മാനേജ് നമ്മൾ കൈകാര്യം ചെയ്തില്ലെങ്കിൽ പല വിധത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാത്തരം പ്രിക്കോഷൻസ് എടുത്തിട്ടായിരിക്കണം മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് നമ്മൾ നീക്കം ചെയ്യേണ്ടത് കേട്ടോ. യെസ്, അപ്പൊ അതിലെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എവിക്ട് ദ ഏരിയ. ആ എവിടെയാണോ ഈ മെർക്കുറി സ്പിൽ ലീക്കേജസ് ഉണ്ടായിരിക്കുന്നത് ആ ഏരിയ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? എന്ത് ചെയ്യണം? എവിക്ട് ഏരിയ എന്ന് പറഞ്ഞാൽ ആ പ്രദേശം നമ്മൾ ഒഴിപ്പിക്കുക, അല്ല ഏരിയ നമ്മൾ ഒഴിപ്പിക്കുക. ഇഫ് ദ സ്പിൽ ഈസ് ഇമ്പോർട്ടന്റ് എവിക്ട് ദ ഏരിയ ആൻഡ് കോൾ എമർജൻസി സർവീസ്. ഇപ്പൊ വലിയ രീതിയിലുള്ള ഒരു മെർക്കുറി സ്പില്ലേജ് ആണെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം? അവിടെയുള്ള ആ ഒരു ഏരിയ ഒഴിപ്പിച്ചതിന് ശേഷം എത്രയും പെട്ടെന്ന് എമർജൻസി സർവീസസിലേക്ക് നോട്ടിഫൈ ചെയ്യേണ്ടതാണ് കേട്ടോ. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ് മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റിലെ? എവിക്ട് ദ ഏരിയ കേട്ടോ. ഇതിന് സ്റ്റെപ്സുകൾ ചോദിക്കാറുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, സെക്കൻഡ് സ്റ്റെപ്പ് എന്താണെന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ നോട്ട് ചെയ്യാം, മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റിലെ ഫസ്റ്റ് പ്രോസസ് ആണ് എവിക്ട് ദ ഏരിയ. ഏരിയ ഒഴിപ്പിച്ചതിന് ശേഷം നമ്മൾ അത് വലിയൊരു സ്പില്ല് ആണെങ്കിൽ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്പില്ല് ആണെങ്കിൽ എന്ത് ചെയ്യണം? എത്രയും പെട്ടെന്ന് എമർജൻസി സർവീസസിന് വിവരം അറിയിക്കുന്നത്. Okay, then second, take away jewelry. Take away all jewelry from hands and wrists so that mercury cannot combine with the valuable metals. നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് മെർക്കുറിയുമായി ബന്ധപ്പെട്ട സമയത്ത്, ലീക്കേജുമായി സമ്പർക്കം വരുന്ന സമയത്ത് വാല്യുബിൾ ആയിട്ടുള്ള മെറ്റൽസ് നമ്മൾ അവിടെ ഉപയോഗിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ജ്വല്ലറീസ് ഒന്നും, ഇപ്പൊ നമ്മൾ കൈകളിൽ വളയോ മാലോ അല്ലെങ്കിൽ റിങ്സ് ഒന്നും തന്നെ എന്താണ് ഉപയോഗിക്കാനായിട്ട് പാടില്ല. എന്തുകൊണ്ടാണ്? ഇത് വാല്യുബിൾ ആയിട്ടുള്ള മെറ്റൽസുമായിട്ട് സമ്പർക്കം വരും അല്ലെ, അത് കമ്പൈൻ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ അതിനാൽ തന്നെ ഇതെല്ലാം ഒഴിവാക്കിയിട്ടായിരിക്കണം നമ്മുടെ കയ്യിൽ അതെല്ലാം ഈ ജ്വല്ലറീസ് എല്ലാ ആഭരണങ്ങളും ഒഴിവാക്കിയിട്ടായിരിക്കണം നമ്മൾ ആ ഒരു ലീക്കേജസ്, ആ ഒരു സ്പില്ലുമായിട്ട് ബന്ധപ്പെടേണ്ടത്. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? യെസ്, ഓക്കെ. Then wear protective equipments. ഇതുമായിട്ട് ഈ മെർക്കുറി ലീക്കേജുമായിട്ട് നമ്മൾ കോണ്ടാക്ട് വരുന്നതിന് മുൻപ് തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? യെസ്, എല്ലാ വാല്യുബിൾ ആയിട്ടുള്ള എല്ലാ ജ്വല്ലറീസും മാറ്റിയതിനു ശേഷം നമ്മൾ നിർബന്ധമായിട്ടും PPE ധരിക്കുക അല്ലെ, വേറെ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്. ഓക്കെ, പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ നമ്മൾ ധരിക്കണം. ഏതൊക്കെയാണ് അതിൽ ഉപയോഗിക്കേണ്ടത്? പേഴ്സണൽ ഷുഡ് ബി. പേഴ്സണൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഓരോ സ്റ്റാഫുകളെയാണ് കേട്ടോ, ഹോസ്പിറ്റൽ സ്റ്റാഫുകളെയാണ് ഉദ്ദേശിക്കുന്നത്. നിർബന്ധമായിട്ടും PPE ധരിക്കുക, അതായത് ഗ്ലൗസ്, ഗൂഗിൾസ്, റെസിപ്രേറ്റേഴ്സ് before going to the spill to avoid connection with the mercury and prevent inhalation of mercury vapors. അപ്പൊ നമ്മൾ മെർക്കുറി സ്പില്ലേജുമായിട്ട് സമ്പർക്കം വരുന്നതിന് മുൻപായിട്ട് തന്നെ എല്ലാത്തരം പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സുകളും നിർബന്ധമായിട്ട് ധരിക്കണം. പ്രത്യേകിച്ച് റെസിപ്രേറ്റേഴ്സ് അടക്കം, അതായത് നമ്മൾ മെർക്കുറി വേപ്പേഴ്സ് പോലെ മെർക്കുറിയുടെ ആ ഒരു വായു പോലും നമ്മൾ ശ്വസിക്കാൻ പാടില്ല. ശ്വസിച്ചാൽ തന്നെ എന്താണ് ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് പോലുള്ള മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യത. അപ്പൊ എല്ലാത്തരം റെസ്പിറേറ്റേഴ്സ് ഉപയോഗിച്ചിട്ടായിരിക്കണം നമ്മള്, അതായത് നേരിട്ട് അത് നമ്മൾ ശ്വസിക്കാൻ പാടില്ല അല്ലെ, ഇൻഹേൽ ചെയ്യാനായിട്ട് പാടില്ല. അപ്പൊ അതെല്ലാ തരത്തിലുള്ള പ്രൊട്ടക്ഷനും ഉറപ്പ് വരുത്തിയിട്ടായിരിക്കണം നമ്മൾ അതുമായിട്ട് സമ്പർക്കം വരാനായിട്ട് പാടുള്ളൂ, അതായത് കോണ്ടാക്ട് വരാനായിട്ട് പാടുള്ളൂ കേട്ടോ. അപ്പൊ ആദ്യത്തെ പറഞ്ഞ എന്താണ്, നമ്മള്
ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ഏരിയ നമ്മൾ ഒഴിപ്പിക്കുക. ഇമ്പോർട്ടന്റ് ആണെങ്കിൽ എമർജൻസി സർവീസസിന് വിവരം അറിയിക്കുക. എല്ലാത്തരം ജ്വല്ലറീസും നമ്മൾ ഒഴിവാക്കുക. അതായത് വാല്യുബിൾ ആയിട്ടുള്ള മെറ്റൽസുമായിട്ട് മെർക്കുറിയിൽ സമ്പർക്കം വരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒഴിവാക്കേണ്ടതുണ്ട്. പിന്നെ നിർബന്ധമായിട്ടും PPE വെയർ ചെയ്യുക. ഒരു കാരണവശാലും മെർക്കുറി വേപ്പേഴ്സ് നമ്മൾ ശ്വസിക്കാനായിട്ട് ഇടവരുന്നത്. അതിനാൽ തന്നെ എല്ലാ പ്രിക്കോഷൻസ് എടുത്തിട്ടായിരിക്കണം ആ സ്പില്ലുമായിട്ട് കോൺടാക്ട് വരേണ്ടത്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? കണ്ടെയ്ൻ ദ സ്പിൽ. ആ സ്പില്ല് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടെയ്ൻ ചെയ്യണം അല്ലെ? അതിന്റെ നമ്മൾ തുടച്ചു മാറ്റാൻ പോവുകയാണ് അല്ലെ? യൂസ് എ മെർക്കുറി സ്പിൽ കിറ്റ് ഓർ അബ്സോർബന്റ് മെറ്റീരിയൽസ്. ഇവിടെ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? മെർക്കുറി നീക്കം ചെയ്യുന്നതിന്, മെർക്കുറി സ്പില്ലേജ് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അബ്സോർബന്റ് മെറ്റീരിയൽസ് ആണ് നമ്മൾ ഇവിടെയും ഉപയോഗിക്കുന്നത് അല്ലെ? അതായത് അബ്സോർബന്റ് പാഡുകള്, പിന്നെ അതേപോലെ തന്നെ അത് സ്പ്രെഡ് ആവാത്ത രീതിയിൽ തുടച്ചു മാറ്റാൻ പറ്റുന്ന എല്ലാത്തരം മെറ്റീരിയൽസും നമ്മൾ അവിടെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും? ആ മെർക്കുറി സ്പില്ലേജ് നമ്മൾ നീക്കം ചെയ്യും. ഓക്കെ, നീക്കം ചെയ്തതിനു ശേഷം put the materials in a labeled hazard bags, waste bag or container for discarding. നമ്മളെ തുടച്ചു മാറ്റിയ മെറ്റീരിയൽ നമ്മൾ എങ്ങോട്ടേക്കാണ് മാറ്റുന്നത്? ഒന്നില്ലെങ്കിൽ ലേബൽ ചെയ്തിരിക്കുന്ന ബാഗുകൾ ഉണ്ടാവും അല്ലെ? അപകടകരമായിട്ടുള്ള വസ്തുക്കൾ നീക്കം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ലേബൽ ചെയ്തിരിക്കുന്ന ബാഗുകൾ ഉണ്ടായിരിക്കും. അതിലേക്കോ അല്ലെങ്കിൽ കണ്ടെയ്നേഴ്സിലേക്കോ നമ്മൾ ഡിസ്കാർഡ് ചെയ്യും. ഓക്കെ, യെസ്. ഇനി if it is small spillage, sip with a needleless syringe without needle and dispatch for the recycling. ഓക്കെ, ഇനി ചില മെർക്കുറിയുടെ ചില തുള്ളികളൊക്കെ എന്താണ്, നമുക്കിപ്പോ തുടച്ചു മാറ്റാൻ പറ്റാത്ത രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ വീണ് താഴെ കിടക്കുന്നുണ്ടെങ്കിൽ നമ്മളത് എന്ത് ചെയ്യണം? ചെറിയ സിറഞ്ചുകൾ വരുന്നത് നീഡിൽ ഒഴിവാക്കിയിട്ട് സൂചി മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? സിറഞ്ച് എടുക്കാറില്ലേ? സൂചി ഇല്ലാത്ത സിറഞ്ച് കണ്ടിട്ടില്ലേ? യെസ്, ആ സിറഞ്ച് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം? നമ്മളങ്ങനെ വലിച്ചെടുക്കുക. അപ്പൊ സിറഞ്ചിനുള്ളിലേക്ക് മാത്രമേ അത് പ്രവേശിക്കുള്ളൂ. മനസ്സിലായോ? അതായത് ഇപ്പൊ താഴേക്ക് ചെറിയ തുള്ളികളായിട്ടൊക്കെ മെർക്കുറി വീണ് കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സിറഞ്ച് ഉപയോഗിച്ചിട്ട്, അതായത് വിത്തൗട്ട് നീഡിൽ, സൂചി ഉണ്ടാവാൻ പാടില്ല, നീഡിൽ ഉപയോഗിച്ചിട്ട് സിറഞ്ച് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം? നമ്മൾ അതിനെ ശേഖരിക്കുക. ഓക്കെ, അതിനുശേഷം എന്താ ചെയ്യേണ്ടത്? ശേഖരിച്ചതിന് ശേഷം എന്ത് ചെയ്തിരിക്കണം? എന്താ ചെയ്യേണ്ടത്? റീസൈക്ലിംഗ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമുക്കിത് സാധാരണ വേസ്റ്റ് മെറ്റീരിയൽസിന്റെ കൂടെ ഇടാൻ പറ്റുമോ? നമ്മുടെ ഡൊമസ്റ്റിക് വേസ്റ്റ് കളയുന്നത് പോലെ ഇത് കളയാൻ പറ്റുമോ? ഇല്ല അല്ലെ? യെസ്. ഓക്കെ, ഇതിപ്പോ ഇതിന് മാത്രമായിട്ടൊരു സിപ്പർ ബാഗുകൾ ഉണ്ടായത്, പ്ലാസ്റ്റിക് ബാഗ് പോലുള്ള ചെറിയ ബാഗുകൾ ഉണ്ടായത്, സിപ്പർ പ്ലാസ്റ്റിക് ബാഗ് എന്നൊക്കെ പറയും. അപ്പൊ ഒന്നിൽ അതിലേക്ക് അതിനെ കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ നോർമലി ഒരിക്കലും സാധാരണ മാലിന്യങ്ങൾ കളയുന്നത് പോലെ ഇതിനെ നീക്കം ചെയ്യാൻ പാടില്ല. അപ്പൊ ഇത് കളയുന്നതിന് വേണ്ടി മാത്രമായിട്ട്, അതായത് മെർക്കുറി സ്പില്ലേജസ് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ്, അത് മാത്രം ഹാൻഡിൽ ചെയ്യുന്ന ഏജൻസികളുണ്ട്. ഓക്കെ, അതായത് ഹസാർഡസ് വേസ്റ്റസിൽ മാത്രം ഹാൻഡിൽ ചെയ്യുന്ന ഏജൻസികളുണ്ട്. അപ്പൊ അവർക്ക് മാത്രമായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അത് റീസൈക്ലിങ്ങിന് വേണ്ടിയിട്ട് നൽകേണ്ടത്. അത് ഒരിക്കലും അത് നമ്മളായിട്ട് ഹാൻഡിൽ ചെയ്യരുത്. ഒന്നില്ലെങ്കിൽ ഇത് മാത്രം കൈകാര്യം ചെയ്യുന്ന ഏജൻസികൾ ഉണ്ടായിരിക്കും, അവർക്കായിരിക്കണം നമ്മളത് കൊടുക്കുന്നത്. അവിടെ ആ പോയിന്റ് അവിടെ കൊടുത്തിട്ടില്ല കേട്ടോ, ഞാനത് പറഞ്ഞതാണ്, എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തന്നതാണ്. അപ്പൊ ഇങ്ങനെ ചെറിയ ബാക്കി വരുന്ന അല്ലെങ്കിൽ ചെറിയതായിട്ടുള്ള തുള്ളികൾ പോലുള്ള മെർക്കുറിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് ഒരു സിറഞ്ച് ഉപയോഗിച്ച് അതിനെ കളക്ട് ചെയ്യുക. അതുമായി ബന്ധപ്പെട്ട ഏജൻസികൾക്ക് മാത്രം ഈ ഒരു വേസ്റ്റ്സ് നമ്മൾ കൈമാറുക. അവർ മാത്രം അത് റീസൈക്കിൾ ചെയ്യാനായിട്ടുള്ള അവർക്ക് അതോറിറ്റി ഉള്ളൂ. ഓക്കെ, യെസ്. ഏറ്റവും അപകടം പിടിച്ചിട്ടുള്ള ഒരു വേസ്റ്റ് മെറ്റീരിയൽ ആണെന്താ? ഒരു മെറ്റീരിയൽ ആണെന്താ? മെർക്കുറി എന്ന് പറയുന്നത്. അതിന്റെ ഹാൻഡ്ലിംഗ് അത്രത്തോളം പ്രോപ്പർ ആയിട്ട് ചെയ്തില്ലെങ്കിൽ പലതരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവും കേട്ടോ. യെസ്. ഓക്കെ, എന്താണ് ബൃന്ദാമനീഷ് ഒന്ന് കമന്റ് ചെയ്തേ? ഒന്നുമില്ല. ഓക്കെ, മെർക്കുറി സ്പില്ലേജ് എന്ത് ചെയ്തു? നമ്മള് കണ്ടെയ്ൻ ചെയ്ത് അല്ലെ? അത് നമ്മളൊരു ആവശ്യാനുസരണം അതൊരു ഡിസ്കാർഡ് ചെയ്യാനായിട്ടുള്ള ഒരു ബാഗിലേക്ക് നമ്മൾ മാറ്റി. ഇനി ആ ഏരിയ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ക്ലീൻ ചെയ്യണം അല്ലെ? നമ്മൾ ആ നീക്കം ചെയ്തിരിക്കുന്ന ആ ഒരു ഏരിയ നമ്മൾ എന്ത് ചെയ്യണം? ക്ലീൻ അപ്പ് ദ സ്പില്ലാണ്. Use a mercury spill kit or other to the manufacturer's factory for exact use of absorbent materials to clean up the spill. Be cautious not spread the mercury during cleanup. Some hospitals follow all the mercury spill surfaces decontaminated with a 10% sodium thiosulfate solution. Okay, ഇനി നമ്മൾ ഇവിടെ ക്ലീൻ ചെയ്യാൻ പോകുന്നത് എല്ലാത്തരം അബ്സോർബന്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ചതിന് ശേഷം എന്താണ്?
ആ ഏരിയ നല്ല രീതിയിൽ നമ്മൾ അതായത് സ്പ്രെഡ് ആവാത്ത ഏരിയ, മെർക്കുറി സ്പ്രെഡ് ആവാത്ത രീതിയിൽ നമുക്ക് എന്ത് ചെയ്യും, എല്ലാത്തരം പ്രിക്കോഷൻസ് എടുത്തിട്ട് അതിനെ എന്താണ് ഏറ്റവും കൂടുതൽ ജാഗ്രത എടുത്തിട്ടായിരിക്കണം അല്ലെ, വളരെയധികം ശ്രദ്ധയോടുകൂടി ആയിരിക്കും നമ്മളത് നീക്കം ചെയ്യേണ്ടത്. ഓക്കെ, മിക്ക ഹോസ്പിറ്റൽസും യൂസ് ചെയ്യുന്നത് 10% സോഡിയം തയോസൾഫേറ്റ് ആണ് കേട്ടോ. മെർക്കുറി സ്പില്ല് നീക്കം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഏതാണ്, 10% സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ടാണ് മെർക്കുറി സ്പിൽ സർഫേസ് നമ്മൾ ഡീകണ്ടാമിനേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ പേരൊന്ന് അണ്ടർലൈൻ ചെയ്യണം. മെർക്കുറി നീക്കം ചെയ്യുന്നത് ഏത് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ടാണെന്നുള്ളത് അണ്ടർലൈൻ ചെയ്തേ. 10% തോറിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ. ഓക്കെ, യെസ്. അപ്പൊ നമ്മളെ സൊല്യൂഷൻ ഉപയോഗിച്ചതിന് ശേഷം അത് ഡിസിൻഫെക്ട് ചെയ്തു അല്ലെ, ഡീകണ്ടാമിനേഷൻ ചെയ്തു. അതിനുശേഷം എന്താണ്, leave a window open to air after the cleanup, after making sure that all the mercury has been removed. Continue normal vacuum and use the clean area for customary operations. നമ്മൾ ഈ സൊല്യൂഷൻസ് ഉപയോഗിച്ചതിന് ശേഷം എന്ത് ചെയ്തിരിക്കണം, പിന്നീട് ജസ്റ്റ് ഒരു വിൻഡോ ഓപ്പൺ ചെയ്തിരിക്കുക. എന്തിനു വേണ്ടിയാണ് ഒരു വിൻഡോസ് ഓപ്പൺ ചെയ്തിടാൻ പറയുന്നത്, അതായത് അതിന്റെ യാതൊരു തരത്തിലുള്ള സ്മെല്ല് പോലെ അവിടെ നിലനിൽക്കാൻ പാടില്ല അല്ലെ, എല്ലാത്തരം അത് പൂർണ്ണമായിട്ട് എന്താണ് പുറത്തേക്ക് അതിന്റെ വായു വരെ പുറത്തേക്ക് പുറന്തള്ളുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ വിൻഡോസും ഓപ്പൺ ചെയ്തെടുക്കുക. ദെൻ അതിനുശേഷം അതിന്റെ പൂർണ്ണമായിട്ട് ആ വായു വെക്കുക, അല്ലെങ്കിൽ അതിന്റെ സ്മെല്ലൊക്കെ പൂർണ്ണമായിട്ട് പോയതിനു ശേഷം നമുക്ക് നോർമൽ ആയിട്ട് അതിനെ വാക്യൂം ചെയ്യാവുന്നതാണ്. അതേപോലെ നോർമൽ ആ ഒരു റൂംസ് നമ്മൾ എങ്ങനെയാണ് ഉപയോഗിച്ചിരുന്നത്, അതേപോലെ നോർമൽ കസ്റ്റമർ ഓപ്പറേഷൻസിൽ നമുക്ക് ആ റൂംസ് ആ ഏരിയ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അതായത് പൂർണ്ണമായിട്ട് മെർക്കുറി അതിൽ നിന്ന് നീക്കം ചെയ്തതിന് ശേഷം കേട്ടോ. യെസ്, അതിന് വേണ്ടിയിട്ടാണ് എല്ലാ വിൻഡോസും ഓപ്പൺ ചെയ്തിടാനും അതിന്റെ ആ ഒരു ഗന്ധം തന്നെ പുറത്തേക്ക് പോകാനായിട്ടും നമ്മളത് വിൻഡോസുകൾ ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, യെസ്. ഇനി ഈ ക്ലീൻ ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഈ ക്ലീൻ ചെയ്ത മെറ്റീരിയൽസ് എല്ലാം അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്പോസ് ചെയ്യണം അല്ലെ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ എന്താണ്, ഡിസ്പോസ് ഓഫ് വേസ്റ്റ് ആണ് അല്ലെ. All materials that come into contact with mercury should be discarded as dangerous waste in labeled bag or containers. ഓക്കെ, ഇനി നമ്മൾ വേസ്റ്റുകൾ ലേബൽ ചെയ്തിരിക്കുന്ന ബാഗുകളിലോ കണ്ടെയ്നറിലേക്കോ നമ്മൾ മാറ്റുന്നു. ഓക്കെ, അതായത് മൊത്തം എല്ലാ ക്ലീനിങ്ങിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ മെറ്റീരിയൽസ് എല്ലാം ഈ കണ്ടെയ്നേഴ്സിലേക്കായിരിക്കും ലേബൽ ചെയ്തിരിക്കുന്ന കണ്ടെയ്നേഴ്സിലേക്ക് നീക്കം ചെയ്യുന്നു. ഈ നീക്കം ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ലോക്കൽ ആൻഡ് സ്റ്റേറ്റ് ഫെഡറൽ റെഗുലേഷൻ ഫോർ ദ ഡിസ്പോസൽ ഓഫ് ഡേഞ്ചറസ് വേസ്റ്റ്. നമ്മൾ നിർബന്ധമായിട്ടൂടെ ശ്രദ്ധിക്കേണ്ടത് ലോക്കൽ ആൻഡ് സ്റ്റേറ്റ് ഫെഡറൽ റെഗുലേഷൻസ് മാത്രം, അത് അവർ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ട് മാത്രമായിരിക്കണം ഈ ഡേഞ്ചറസ് വേസ്റ്റസുകൾ നമ്മൾ നീക്കം ചെയ്യേണ്ടത്. ഓക്കെ, അതായത് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് അപകടകരമായിട്ടുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട്, പ്രത്യേകിച്ച് അത് ഡിസ്കാർഡ് ചെയ്യുന്നതിനുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പൊ അതെല്ലാം പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മള് ഈ ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റസുകൾ ഡിസ്പോസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ എന്താണ്, പലതരത്തിലുള്ള ലീഗൽ കോംപ്ലിക്കേഷൻസ് ആ ഹോസ്പിറ്റലിനെതിരായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ അതിനാൽ തന്നെ ഇതെല്ലാം എല്ലാ റെഗുലേഷൻസും പാലിച്ചിട്ടായിരിക്കണം ആ വേസ്റ്റസുകൾ നമ്മൾ നീക്കം ചെയ്യേണ്ടത്. ഇനി അവസാന സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഡിസ്പോസലിന് ശേഷം റിപ്പോർട്ട് സ്പിൽ. Spill should be reported to the concerned staff for documentation and investigation. നമ്മൾ ഇപ്പൊ ഈ ചെയ്തിരിക്കുന്ന എല്ലാ പ്രൊസീജിയറും ഇല്ലേ, ഏത് ടൈപ്പ് ഓഫ് സ്പില്ലേജ് ആണ്, ടൈപ്പ് ഓഫ് സ്പില്ലേജ് മാനേജ് ചെയ്യാനായിട്ട് നമ്മൾ ഏതൊക്കെ പ്രക്രിയകൾ ഉപയോഗിച്ചു എന്നതുമായി ബന്ധപ്പെട്ട അതിന്റെ റിപ്പോർട്ട്സുകൾ നമുക്ക് ആർക്കാണ് സമർപ്പിക്കേണ്ടത്, കൺസേൺഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ അല്ലെ. അതായത് ഇൻവെസ്റ്റിഗേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡോക്യുമെന്റ്സ് തയ്യാറാക്കാം. കാരണം എന്താണ്, ഈ സ്പില്ലേജ് വേസ്റ്റസ് വെരിഫൈ ചെയ്തതിന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിന്റെ അതോറിറ്റീസുകൾ പല രീതിയിൽ ഇത് വിസിറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, പല രീതിയിൽ ഇൻസ്പെക്ഷൻസ് നടത്താറുണ്ട്. ആ ഇൻസ്പെക്ഷന്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് കാണിക്കേണ്ടതുണ്ട്, ഈ റിപ്പോർട്ട്സുകൾ അല്ലെ, ഈ ഡോക്യുമെന്റ്സ് കാണിക്കേണ്ടത് ആവശ്യമാണ്. ഇത്തരം പ്രൊസീജിയേഴ്സിലൂടെയാണ് നമ്മളത് നീക്കം ചെയ്തതെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് റിപ്പോർട്ട്സുകൾ അത്യാവശ്യമാണ്. ഓക്കെ, നമ്മൾ പഠിച്ച എന്താണ്, മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊസീജിയേഴ്സ് ആണ്. ഒന്നുകൂടി സിമ്പിൾ ആയിട്ട് പറയാം നമുക്ക്. ഫസ്റ്റ് വൺ, ആ ഏരിയ നമ്മൾ എവിക്ട് ചെയ്യുക, എമർജൻസി സർവീസസിനെ വിവരം അറിയിക്കുക, വാല്യബിൾ ആയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും നമ്മൾ നീക്കം ചെയ്തിരിക്കണം, നിർബന്ധമായിട്ട് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചിരിക്കണം. ആ സ്പില്ല് കണ്ടെയ്ൻ ചെയ്യുന്ന സമയത്ത് അബ്സോർബന്റ് ആയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും ഉപയോഗിച്ചുകൊണ്ട് അത് സ്പ്രെഡ് ആവാത്ത രീതിയിൽ നമ്മൾ അതിനെ നീക്കം ചെയ്യുക. പ്രത്യേകിച്ച് ചെറിയ രീതിയിലുള്ള മെർക്കുറി സ്പില്ലുകൾ ഉണ്ടെങ്കിൽ അതിനെ നമ്മളൊരു സിറഞ്ച് ഉപയോഗിച്ചിട്ടായിരിക്കണം അത് ശേഖരിക്കേണ്ടത്.
അതോറിറ്റി ഏതാണോ അത് നീക്കം ചെയ്യുന്ന അതോറിറ്റി അതിനനുസരിച്ചിട്ട് അവർക്ക് അത് കൈമാറുക, അവരായിരിക്കും അത് റീസൈക്ലിംഗ് ചെയ്യുന്നത്. പിന്നെ ആ ഒരു ഏരിയ നമ്മൾ എന്ത് ചെയ്യണം, ക്ലീനപ്പ് ചെയ്യണം. ക്ലീനപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മിക്കതും നമ്മളെ മെർക്കുറി ഫില്ലുകൾ സർഫേസുകൾ ഡീകണ്ടാമിനേറ്റ് ചെയ്യാനായിട്ട് 2% സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിച്ചതിന് ശേഷം എന്താണ്, ഒരു വിൻഡോസ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ നിന്ന് പൂർണ്ണമായിട്ട് അത് പുറന്തള്ളിയതിനു ശേഷം നമുക്ക് നോർമൽ ആയിട്ടുള്ള ഓപ്പറേഷൻസിൽ തുടരാവുന്നതാണ്. ഈ എല്ലാ വേസ്റ്റസുകളും നമ്മൾ ഒരു ലേബിൾ ചെയ്തിരിക്കുന്ന ബയോഹസാർഡ് ബാഗിലേക്ക് നീക്കം ചെയ്യുക. നീക്കം ചെയ്യുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കണം, ലോക്കൽ സ്റ്റേറ്റ് ഫെഡറൽ റെഗുലേഷൻസ് അനുസരിച്ചിട്ടായിരിക്കണം അത് നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ടത്. ഡിസ്പോസിന് ശേഷം എന്താണ്, ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട്സ്, ഇതിന്റെ ഡോക്യുമെന്റ്സ് നമ്മൾ കൺസേൺ ആയിട്ടുള്ള സ്റ്റാഫുകൾക്ക് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ പർപ്പസസിന് വേണ്ടിയിട്ട് നമ്മൾ അത് സമർപ്പിക്കുക. ഓക്കെ, ക്ലിയർ ആണോ? വായിച്ചു നോക്കാമോ? മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. ഓക്കെ ആണോ വളരെ? മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് ഏകദേശം പിടിയിട്ടില്ലേ ഇതിന്റെ സ്റ്റെപ്സ് ഒക്കെ എങ്ങനെയായിരിക്കും? ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് അടുത്ത ടൈപ്പ് ഓഫ് സ്പില്ലേജ് ഏതാണ്? ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ആണ് കേട്ടോ. അതായത് മോശമുള്ള വസ്തുക്കളുമായി ബന്ധപ്പെട്ട് വരുന്ന വേസ്റ്റസുകൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത്. ഓക്കെ, sharp spillage waste which consists of needles, scalpels and other sharp medical tools can cause injury and infection to healthcare workers and others who may come into contact with it. Okay. So sharp spillage waste കൺസിസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിൽ എന്തൊക്കെ മെറ്റീരിയൽസ് ഉൾപ്പെടുന്നു? ഷാർപ്പ് ഒബ്ജക്ട്സുകൾ എന്ന് പറയുമ്പോൾ ഒന്ന് നീഡിൽസ് ആണ്. പിന്നെ സ്കാൽപ്പൽസ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? സ്കാൽപ്പൽസ് നമ്മുടെ കത്തിയുടെ രൂപത്തിൽ തന്നെ ഇരിക്കുന്നതാണ് സ്കാൽപ്പൽസ്. കാണാത്തവരുണ്ടോ? കാണിച്ചു തരാം. പിക്ചർ കാണുന്നുണ്ടോ കേട്ടോ? കാണുന്നുണ്ടോ നോക്കി? കാണുന്നുണ്ടോ പിക്ചർ? കാണാമോ നിങ്ങൾക്ക്? നല്ല കത്തി പോലെ തന്നെ കേട്ടോ. ഇതാണ് സ്കാൽപ്പൽസ് എന്നുള്ളത്. ഹോസ്പിറ്റലിലെ ഷാർപ്പ് ഒബ്ജക്ട്സുകൾ ആണതല്ല. ഓക്കെ, പിന്നെ അതർ ഷാർപ്പ് മെഡിക്കൽ ടൂൾസുകൾ ഉണ്ട്. ഇതെല്ലാം തന്നെ എന്താണ്, നമ്മള് ഇഞ്ചുറീസിന് ഇൻഫെക്ഷൻ ആയിട്ട് പലതരത്തിലുള്ള മുറിവുകൾ ഉണ്ടാക്കാനായിട്ടും ആ മുറിവുകളിലൂടെ തന്നെ പല ഇൻഫെക്ഷൻ ഉണ്ടാക്കാനായിട്ടും കാരണമായേക്കാം അല്ലെ. അപ്പൊ ഇത്തരം മെറ്റീരിയൽസ് പ്രത്യേകിച്ച് ഷാർപ്പ് ആയിട്ടുള്ള ഒബ്ജക്ട്സുകൾ നമ്മൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് ഏറ്റവും കെയർഫുൾ ആയിട്ടുള്ള രീതിയിൽ രീതിയിലായിരിക്കും നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഷാർപ്പായിട്ടുള്ള ഒബ്ജക്ട്സുകൾ മാനേജ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ്, പ്രത്യേകിച്ച് അതിന്റെ വേസ്റ്റ് എങ്ങനെയാണ്, വേസ്റ്റ് മാനേജ്മെന്റ് എങ്ങനെയാണെന്നാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. നമുക്കറിയാലോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? രണ്ടെണ്ണം പഠിച്ചപ്പോ ഏകദേശം കിട്ടിയിട്ടുണ്ടാവല്ലോ. നമ്മൾ അതുമായിട്ട് അപ്രോച്ച് ചെയ്യുന്നതിന് തൊട്ട് മുൻപായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? PP വെയർ ചെയ്യുക. വെരി ഗുഡ്. ഓക്കെ, യൂസ് safety protective equipment before approaching the spill. Personnel should wear suitable personal protective equipment that include gloves, puncture-resistant containers to avoid contact with waste and avoid injury. ഓക്കെ, നമ്മളപ്പോ ഷാർപ്പായിട്ടുള്ള ഒബ്ജക്ട്സുകൾ കൈകാര്യം ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ എല്ലാത്തരം പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് നിർബന്ധമായിട്ട് ഗ്ലൗസ് ധരിച്ചിരിക്കണം അല്ലെ. യെസ്, അതോടൊപ്പം തന്നെ എന്താണ് ഇത് നമ്മൾ ഈ പഞ്ച് റെസിസ്റ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ
നമ്മൾ ഈ ഷാർപ്പ് ഒബ്ജക്ട്സിൽ എവിടെയാണ് നീക്കം ചെയ്യുന്നത്, ഏത് കണ്ടെയ്നേഴ്സിലേക്കാണ് നമ്മൾ നീക്കം ചെയ്യുന്നത്? പഞ്ച് റെസിസ്റ്റന്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിലായിരിക്കും നമ്മൾ നീക്കം ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ നേരിട്ട് അതുമായിട്ട് സമ്പർക്കം വരാത്ത രീതിയിലായിരിക്കും, അതായത് ഒബ്ജക്റ്റുകളുമായിട്ട് നേരിട്ട് സമ്പർക്കം വരാത്ത രീതിയിലായിരിക്കും അത് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. അതായത് നമ്മൾ നോർമൽ പ്രിക്കോഷൻസ് ഒന്നും ഒരു പ്രിക്കോഷൻസ് ഇല്ലാതെ ഇതുമായിട്ട് സമ്പർക്കം ഉണ്ടായി കഴിഞ്ഞാൽ പലതരത്തില് നമുക്ക് ഇൻഫെക്ഷൻസ്, മുറിവുകൾ ഉണ്ടാവുന്നത് സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ്? ഷാർപ്പ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് ആയതുകൊണ്ട് തന്നെ ഇഞ്ചുറീസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രിക്കോഷൻസ് എടുത്തിട്ടായിരിക്കണം ഇത്തരം മെറ്റീരിയൽസ് ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഷാർപ്പ് ഒബ്ജക്ട്സ് മെറ്റീരിയൽസ് സ്പില്ലിന്റെ സ്പിൽ എന്ത് ചെയ്യണം? നമ്മൾ കണ്ടെയ്ൻ ചെയ്യണം. കണ്ടെയ്ൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? യൂസ് എ പഞ്ച് റെസിസ്റ്റന്റ് കണ്ടെയ്നർ ടു പിക്ക് അപ്പ് കെയർഫുള്ളി ആൻഡ് എനി ഷാർപ്പ് ഇറ്റം ആൻഡ് ലേബിൾഡ് ബയോഹസാർഡ് ബാഗ് ഓർ കണ്ടെയ്നർ ഫോർ ഡിസ്കാർഡിംഗ്. നമ്മൾ ഈ ഷാർപ്പ് ഒബ്ജക്ട്സുകൾ കളക്ട് ചെയ്യുന്ന സമയത്ത് എങ്ങോട്ടാണ് നമ്മൾ ഇത് ഡിസ്കാർഡ് ചെയ്യേണ്ടത്? പഞ്ച് റെസിസ്റ്റന്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിലേക്ക് മാത്രം അത് പിക്ക് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, പിക്കപ്പ് ചെയ്യുന്ന സമയത്ത് ഓരോ ഷാർപ്പ് ഒബ്ജക്ട്സിൽ എടുക്കുന്ന സമയത്തും വളരെയധികം ശ്രദ്ധയോടുകൂടി ആയിരിക്കും നമ്മളത് ആ കണ്ടെയ്നേഴ്സിലേക്ക്, പഞ്ച് റെസിസ്റ്റന്റ് കണ്ടെയ്നറിലേക്ക് മാറ്റേണ്ടത്. ഓക്കെ, യെസ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മൾ നീക്കം ചെയ്തതിനു ശേഷം ആ ഏരിയ നമ്മൾ ക്ലീൻ ചെയ്യുക, അല്ലെ? ക്ലിയർ അപ്പ് ദ സ്കിൽ. Use a disinfectant solution to clean up the affected area completely. Stick to the manufacturing directories for the apt concentration and contact time of the disinfectant. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഏരിയ നമ്മൾ ഏതെങ്കിലും ഒരു ഡിസിൻഫെക്റ്റന്റ് സൊല്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് ആ ഏരിയ നമ്മൾ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ആയിട്ട് അഫക്റ്റഡ് ഏരിയ നമ്മൾ ക്ലീൻ ചെയ്യുക. പ്രത്യേകിച്ച് എല്ലാത്തരം മാനുഫാക്ചേഴ്സ് ഡയറക്ഷൻസ് അനുസരിച്ചിട്ടായിരിക്കണം ആ സൊല്യൂഷൻസ് നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ആ വേസ്റ്റുകൾ നമ്മൾ നീക്കം ചെയ്യാൻ പോകണം, അല്ലെ? Getting rid of waste. All materials that come into contact with the sharp spillage should be got rid as dangerous waste in a labeled biohazard bags or containers. ഇനി അവസാനം നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ മെറ്റീരിയൽസ് എല്ലാം തന്നെ, അതായത് ഷാർപ്പ് ഒബ്ജക്ട്സുമായിട്ട് സമ്പർക്കം വന്നിരിക്കുന്ന എല്ലാ മെറ്റീരിയൽസും നമ്മുടെ ഈ സ്പില്ലുകൾ എന്ത് ചെയ്യുന്നു? ഡേഞ്ചറസ് വേസ്റ്റ് ലേബിൾഡ് ബയോഹസാർഡ് ബാഗിലേക്കോ കണ്ടെയ്നറിലേക്കോ നമ്മൾ നീക്കം ചെയ്യുന്നു, ഡിസ്കാർഡ് ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട്സുകൾ നമ്മൾ തയ്യാറാക്കണം, അല്ലെ? ഇതിന് വേണ്ടിയിട്ട് ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഷാർപ്പ് ഒബ്ജക്ട് സ്പില്ലേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ട്സുകൾ നമ്മൾ തയ്യാറാക്കണം. സ്പിൽ ഷുഡ് ബി ഡീറ്റെയിൽഡ് ടു ദ റെലവന്റ് സ്റ്റാഫ് പേഴ്സൺ ഫോർ ഡോക്യുമെന്റേഷൻ ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ. ഓക്കെ, എന്നിട്ട് നോക്കുക കേട്ടോ. ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണ്? അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്ന് നോക്കണം കേട്ടോ. നീഡിൽസ്, സ്കാൽപ്പൽസ്, അതർ ഷാർപ്പ് മെഡിക്കൽ ടൂൾസ്. ഓക്കെ, ആദ്യം നമ്മൾ പ്രൊട്ടക്റ്റീവ് വെയർ ഉപയോഗിക്കുക. ദെൻ പ്രത്യേകിച്ച് പഞ്ച് റെസിസ്റ്റന്റ് കണ്ടെയ്നേഴ്സിലേക്ക് മാത്രമായിരിക്കും നമ്മൾ ഈ മെറ്റീരിയൽസ് നീക്കം ചെയ്യേണ്ടത്. ഓക്കെ, അതിനുശേഷം എന്താണ്? ബയോഹസാർഡ് ബാഗിലേക്കോ കണ്ടെയ്നറിലേക്കോ അത് ഡിസ്കാർഡ് ചെയ്യുക. അവിടെ ഒരു ആപ്റ്റ് ആയിട്ടുള്ള ഡിസിൻഫെക്റ്റന്റ് സൊല്യൂഷൻ ഉപയോഗിച്ച് ആ ഏരിയ നമ്മൾ ക്ലീൻ ചെയ്യുക. പിന്നെന്താണ്? മൊത്തം എല്ലാ മെറ്റീരിയൽസും നമ്മൾ ഡേഞ്ചറസ് വേസ്റ്റ് ലേബിൾഡ് ബാഗിലേക്കോ ബയോഹസാർഡ് ബാഗിലേക്കോ ഡിസ്കാർഡ് ചെയ്യുക. ഓക്കെ, അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട്സുകൾ തയ്യാറാക്കുക. ഇൻവെസ്റ്റിഗേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് റിപ്പോർട്ട്സുകൾ തയ്യാറാക്കുക. ഓക്കെ, എളുപ്പമല്ലേ അതാ ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്? ക്ലിയർ? നമ്മൾ 3 ടൈപ്സ് ആണ് പഠിച്ചത് കേട്ടോ. 3 ടൈപ്സ് സ്പില്ലേജ് വേസ്റ്റ് എങ്ങനെയാണ് നീക്കം ചെയ്യുന്നതിന്റെ പ്രൊസീജിയേഴ്സ് ആണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, 3 നോക്കിയല്ലേ നിങ്ങൾക്ക്? ഇനി നമ്മൾ പഠിക്കുന്നത് 4ാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ആണ് കേട്ടോ. കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. ഓക്കെ, ഇവിടുത്തെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് evaluate the states of like minor or major spill. നമ്മൾ ആദ്യം ഈ കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റുമായി ബന്ധപ്പെട്ട് ആദ്യം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അത് മൈനർ സ്പില്ലാണോ മേജർ സ്പില്ലാണോ എന്ന് നോക്കുന്നത്, വലിയതാണോ ചെറുതാണോ എന്ന്. ഓക്കെ, അതായത് ഈ കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റസ് വലിയ രീതിയിലുള്ളതാണോ ചെറിയ രീതിയിലുള്ളതാണോ എന്നാണ് ആദ്യം ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ആദ്യം ഇവാലുവേറ്റ് ചെയ്യേണ്ടത് എന്താണ്? അത് മൈനർ ആണോ മേജർ ആണോ എന്നാണ്. അതിന്റെ അവസ്ഥ എന്താണെന്നുള്ളതാണ് ആദ്യം വിലയിരുത്തേണ്ടത്. മനസ്സിലായോ? ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ആ ഏരിയ എവിക്ട് ചെയ്യുക, അല്ലെ? evict the area. If the spill is important, evict the area and call emergency service. ഇനി എന്താണ്? നമ്മൾ ആ ഒരു പ്രദേശം എത്രയും പെട്ടെന്ന് ഒഴിപ്പിക്കുക, എമർജൻസി സർവീസസിന് വിവരം അറിയിക്കുക. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? നോർമൽ സ്റ്റെപ്പില് ഫസ്റ്റ് വരുന്നത് എന്താണ്?
പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സുകൾ ധരിക്കണം അല്ലെ. പേഴ്സൺ ഷുഡ് സൂട്ടബിൾ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ലൈക്ക് ഗ്ലൗസ്, ഗ്ലൂബസ്, റെസ്പിറേറ്റേഴ്സ് ബിഫോർ ഗോയിങ് ടു ദ സ്പിൽ ടു അവോയ്ഡ് കണക്ഷൻ വിത്ത് കെമിക്കൽ ആൻഡ് അവോയ്ഡ് ഇൻഹലേഷൻ ഓഫ് കെമിക്കൽ സ്മോക്ക് അല്ലെ. കെമിക്കൽ സ്പില്ലേജ് ആയതുകൊണ്ട് തന്നെ എന്താണ് കെമിക്കൽ സ്മോക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുമായിട്ട് നമുക്ക് യാതൊരു വിധ സമ്പർക്കം വരാത്ത രീതിയിൽ അതിന്റെ പുകകളൊന്നും ശ്വസിക്കാത്ത രീതിയിൽ എല്ലാ തരത്തിലുള്ള പ്രിക്കോഷൻസ് പ്രത്യേകിച്ച് എല്ലാ PPE വെയർ ചെയ്തിട്ടായിരിക്കണം നമ്മൾ ആ ഒരു പ്ലേസിലേക്ക് എത്തിച്ചേരേണ്ടത്. ഓക്കെ, സ്റ്റാഫുകൾ നിർബന്ധമായിട്ട് കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് PPE ധരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? കണ്ടെയ്ൻ ദ സ്പിൽ. ആ സ്പില്ല് നമ്മൾ കണ്ടെയ്ൻ ചെയ്യണം. അതായത് യൂസ്ഡ് അബ്സോർബന്റ് മെറ്റീരിയൽസ് ആണ് നമ്മളോട് ഉപയോഗിക്കുന്നത് അല്ലെ. പാഡ്സുകള്, പിന്നെ അതായത് ആ കെമിക്കൽ സ്പ്രെഡേജസ് പടരാതിരിക്കാൻ രീതിയിലുള്ള എല്ലാത്തരം സ്പിൽ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അത് എന്ത് ചെയ്യുന്നു? അതിനെ കണ്ടെയ്ൻ ചെയ്തതിനു ശേഷം, അതിനെ ഉൾക്കൊള്ളതിന് ശേഷം എന്താണ് നമ്മൾ ലേബൽ ചെയ്തിരിക്കുന്ന ബാഗിലേക്കോ കണ്ടെയ്നറിലേക്കോ അതിനെ ഡിസ്കാർഡ് ചെയ്യും. ഓക്കെ, ഡിസ്കാർഡ് ചെയ്തതിനു ശേഷം നമ്മൾ ആ ഏരിയ എന്ത് ചെയ്യും? ആ ഏരിയ എന്ത് ചെയ്യണം? നമുക്കിനെ ക്ലീൻ അപ്പ് ചെയ്യണം അല്ലെ. ആ ഏരിയ നമ്മൾ ക്ലീൻ ചെയ്യണം. ക്ലീൻ അപ്പ് ദ സ്പിൽ. യൂസ് suitable spill kits or stick the manufacturer's directive for the exact use of absorbent materials to clean up the spill. Be cautious not spread the chemical at the time of cleaning up. ഓക്കെ, നമ്മൾ ഇവിടെ ഏതെങ്കിലും ആപ്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ട് ആ ഏരിയ നമ്മൾ എന്ത് ചെയ്യുന്നു? അബ്സോർബന്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ചതിന് ശേഷം എല്ലാ ഡയറക്ഷൻസും സ്വീകരിച്ചതിന് ശേഷം എന്താണ് ആ ഒരു കെമിക്കൽ സ്പ്രെഡ് ആവാത്ത രീതിയിൽ നമ്മൾ അതിനെ ആ ഏരിയ കംപ്ലീറ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ അതിനെ ക്ലീൻ ചെയ്യുന്നു. ഓക്കെ, ക്ലീൻ ചെയ്തതിന് ശേഷം തന്നെ ക്ലീൻ ചെയ്ത എല്ലാ മെറ്റീരിയൽസും നമ്മൾ എന്ത് ചെയ്യും? എല്ലാ സ്റ്റേജ് അനുസരിച്ചിട്ട് നമ്മള് ഡേഞ്ചറസ് വേസ്റ്റുകൾ കളയുന്ന ലേബൽ ചെയ്തിരിക്കുന്ന ബാഗുകളിലേക്കോ കണ്ടെയ്നറിലേക്കോ നമ്മൾ ഈ വേസ്റ്റ്സുകൾ ഡിസ്പോസ് ചെയ്യും. ഓക്കെ, ഡിസ്പോസ് ചെയ്തതിനു ശേഷം ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? അതുമായി ബന്ധപ്പെട്ടുള്ള സ്പില്ല് നമ്മൾ റിപ്പോർട്ട് ചെയ്യും അല്ലെ. അതിന്റെ ആ ഡോക്യുമെന്റ്സുകൾ നമ്മൾ കൺസേൺ സ്റ്റാഫുകൾ തയ്യാറാക്കുന്നു. ഓക്കെ, അതോടുകൂടി ആ ഒരു പ്രക്രിയ അവസാനിക്കണം കേട്ടോ. കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് മാനേജ് ചെയ്യുന്നതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അത് ആദ്യം മേജർ ആണോ മൈനർ ആണോ എന്ന് നോക്കും അല്ലെ. അത് സ്പില്ല് വലുതാണോ ചെറുതാണോ നമ്മൾ ആദ്യം ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം ആ ഏരിയ നമ്മൾ ഒഴിപ്പിച്ചതിന് ശേഷം എമർജൻസി സർവീസിന് വിവരം അറിയിക്കുക, PPE വെയർ ചെയ്യുക, ദെൻ സ്പില്ല് നമ്മൾ അബ്സോർബന്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് കണ്ടെയ്ൻ ചെയ്യുക. ആ ഏരിയ നല്ല രീതിയിൽ നമ്മൾ ഏതാ സൊല്യൂഷൻ ആണോ അത് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യുക. ആ ക്ലീൻ ചെയ്ത മെറ്റീരിയൽസ് നമ്മൾ ലേബിൾ ചെയ്തിരിക്കുന്ന ബാഗിലേക്ക് നീക്കം ചെയ്യുക. നീക്കം ചെയ്യുന്നത് എങ്ങനെയാണ്? എല്ലാത്തരം സ്റ്റേറ്റ് ഫെഡറൽ റെഗുലേഷൻസ് അനുസരിച്ചിട്ട് മാത്രമായിരിക്കും നമ്മൾ അത് ഡിസ്പോസ് ചെയ്യുന്നത്. ലാസ്റ്റ് അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ സമർപ്പിക്കുക. ഓക്കെ, ക്ലിയർ ആണോ? ഇപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇവിടെ ഒരു ഫ്ലോ ചാർട്ടിൽ കൊടുത്തിട്ടുണ്ട് കണ്ടോ. കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റിന്റെ ഒരു ഇപ്പൊ നമ്മൾ മൈനർ മേജർ ആണെങ്കിലും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ളത് അത് അടുത്ത ക്ലാസ് ടീച്ചർ പറഞ്ഞുതരാം കേട്ടോ. ഫ്ലോ ചാർട്ട് ഒന്നും പഠിക്കാനുണ്ട് നമുക്ക്. ഓക്കെ, കെമിക്കൽ വരെ എളുപ്പമാണോ? മനസ്സിലായോ? കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് ക്ലിയർ അല്ലേ? ഏകദേശം അതിലൊന്നും പഠിക്കാനില്ല. എല്ലാ സ്റ്റെപ്സുകളും ഇപ്പൊ മനസ്സിലായില്ല. എല്ലാ സ്റ്റെപ്സുകളും ഏകദേശം ഒന്നാണ്. അവിടെ ഉപയോഗിക്കുന്ന സൊല്യൂഷൻസിൽ മാത്രം പേരുകളിൽ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അതിന് താങ്ക് യു പറഞ്ഞു വിടാണ്. താങ്ക് യു മിസ് ആണോ? എന്നിട്ട് പോകട്ടോ വേസ്റ്റ് ഇങ്ങനെ ഡിസ്പോസ് ചെയ്ത് മനസ്സിലായെന്ന് ചോദിക്കണതേ. നിങ്ങൾ ഇനി വേറെ എല്ലായിടത്തും പോയി കംപ്ലൈന്റ് പറയാതിരിക്കാൻ വേണ്ടി ചോദിക്കുകയാണ്. എന്തെങ്കിലും ക്ലാസ്സിൽ പറയണം കേട്ടോ. എല്ലാവർക്കും മനസ്സിലാവുന്ന പോലെ പറഞ്ഞു തരുന്നുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഓക്കെ, ഇതിൽ അറിയാൻ പാടില്ലെങ്കിൽ ചോദിക്കാം കേട്ടോ, പറഞ്ഞുതരാം. ഓക്കെ, നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല അല്ലെ. സാധാരണ നിങ്ങൾക്ക് ക്ലിയർ ആവുന്ന പറഞ്ഞുകൊണ്ടാണ് ചിലപ്പോൾ ചോദ്യം, അല്ലെങ്കിൽ 5 മിനിറ്റ് നമ്മൾ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ചോദിക്കും. പിന്നെ അവരുടെ ഇടയ്ക്ക് നിങ്ങളൊന്നും മിണ്ടാത്തോണ്ടാണ് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാതിരുന്നത് കേട്ടോ. ഓക്കെ,
Thank you. Have a nice day.